നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് എ.ഡി. ബെന്നി. ഈണമിട്ട് പാട്ടെഴുതുന്ന സമ്പ്രദായത്തോട് അയാൾക്ക് എതിർപ്പായിരുന്നു. വേലിക്കെട്ടിനകത്തു നിൽക്കുന്ന ജീവിതമെന്നാണ് അദ്ദേഹം അതിനെ ഉപമിക്കുകയുണ്ടായത്. ഇത് മറ്റാരുമല്ല, ഭരണിക്കാവ് ശിവകുമാർ, ശ്രദ്ധേയനായ മലയാള ചലച്ചിത്ര ഗാനരചയിതാവ്. ഒരു പിടി നല്ല ഗാനങ്ങളിലൂടെ മലയാളിയെ തൃപ്തിപ്പെടുത്തിയ ഒരു രചയിതാവായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയമില്ല. യഥാർത്ഥത്തിൽ കാവ്യ സംസ്കാരത്തിൻ്റെ തെളിമയായ പൈതൃകത്തിനുടമയായിരുന്നു അദ്ദേഹമെന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തി ഇല്ല എന്നു തന്നെ പറയേണ്ടതുണ്ട്. മലയാള ചലച്ചിത്ര ഗാനരചയിതാക്കളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര ശോഭനമല്ലാത്ത ഭാവി കരസ്ഥമാക്കിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്ന് പറയേണ്ടതുണ്ട്. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ അതിനിപുണരായ ഗാനരചയിതാക്കളുടെ കാലഘട്ടത്തിലായിരുന്നു. എന്നിട്ടും ചില അടയാളപ്പെടുത്തലുകൾ നടത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. 1949 ജൂൺ 17 അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ പിതാവ് നാരായണൻ ഉണ്ണിത്താൻ. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്കടുത്ത് ഭരണിക്കാവ് കറ്റാനത്തായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത്. അതിൻ്റെ പ്രസക്തി എന്ന് പറയുമ്പോൾ രാമേന്ദ്ര വിലാസം എന്ന മഹാകാവ്യത്തിൻ്റെ കർത്താവായ മഹാകവി അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ ചെറുമകനായിരുന്നു അദ്ദേഹം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളപ്പെടുത്തലായി നമ്മൾ കാണേണ്ടതുള്ളത്. അതുകൊണ്ട് തന്നെ അക്ഷരത്തോട് ആദരവോടുകൂടി പെരുമാറുവാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതെല്ലാം ആ വരികളിൽ കൃത്യമായി തന്നെ പ്രകടമായിരുന്നു. കറ്റാനം പോപ്പ് പയസ് ഹൈസ്കൂളിലെ പഠനം കഴിഞ്ഞ് ചങ്ങനാശ്ശേരി NSS കോളേജിൽ നിന്ന് ആംഗലേയ സാഹിത്യത്തിൽ അദ്ദേഹം ബിരുദാനന്തര ബിരുദം നേടുകയുണ്ടായി. വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ നേട്ടമാണ് അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട സംഗതിയാണ്. ചെറുപ്പം തൊട്ട് തന്നെ അദ്ദേഹം കവിതകൾ എഴുതിയിരുന്നു. അത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തോപ്പിൽ ബാസി ഉൾപ്പെടെയുള്ള ധാരാളം പേരുടെ നാടകങ്ങൾക്ക് അദ്ദേഹം ഗാനങ്ങൾ എഴുതിയുണ്ടായിട്ടുണ്ട്. ചലച്ചിത്ര രംഗത്ത് വരുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം വളരെ ശ്രദ്ധേയനായിരുന്നു. പ്രത്യേകിച്ചും തോപ്പിൽ ബാസി അടക്കമുള്ള ആളുകളുടെ നാടകത്തിൽ ഇപ്രകാരം കവിതകൾ ഗാനങ്ങൾ എഴുതുവാൻ കഴിയുക എന്നത് ആ കാലഘട്ടത്തെ സംബന്ധിച്ച് വളരെ പ്രസക്തവും ശ്രദ്ധേയമായ ഒരു സംഗതിയായിരുന്നു. അപ്രകാരം പാട്ടെഴുതി അദ്ദേഹം പ്രശസ്തിയുടെ പടവുകൾ കയറുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 1973 വിൻസൻ മാസ്റ്റർ സംവിധാനം ചെയ്ത ചെണ്ട എന്ന ചിത്രത്തിൽ വയലാറിനും ഭാസ്കരൻ മാസ്റ്ററിനും ഒപ്പം പാട്ടെഴുതിയാണ് അദ്ദേഹം ശ്രദ്ധേയനാകുന്നത്. ചെണ്ട എന്ന ചിത്രത്തിൽ മറ്റു വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളോടൊപ്പം ചേർന്നുകൊണ്ട് ഗാനരചന നിർവഹിക്കുവാനുള്ള ഒരു അവസരം ഭരണിക്കാവ് ശ്രീകുമാറിന് വന്നു ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അംഗീകാരം തന്നെയായിരുന്നു എന്ന കാര്യം സംശയമില്ല. അത്രയേറെ ശ്രദ്ധേയമായ എഴുത്തുകാരായിരുന്നു അതിലുണ്ടായിരുന്നത്. സുമംഗല അടക്കം അതിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ എഴുത്തുകാരുടെ വലിയ ഒരു, പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിലെ ഗാനരചയിതാക്കളുടെ ഇടയിൽ ഇദ്ദേഹത്തിനും അവസരം ലഭിക്കുക എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സംഗതി. അദ്ദേഹം അതിമനോഹരമായി തന്നെ അദ്ദേഹത്തിൻ്റെ ഗാനം നിർവഹിച്ചു. ചെണ്ടയിലെ ഗാനത്തിൽ പഞ്ചമി തിരുനാൾ എന്ന് പറയുന്ന ആ ഗാനം ആ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയ ഒരു ഗാനമാണ്. അപ്രകാരം അദ്ദേഹം വരവറിയിച്ചു എന്ന് തന്നെ നമ്മൾ പറയപ്പെടേണ്ട ഒരു സംഗതിയാണ്. പിന്നീട് ഭരണിക്കാവ് ശിവകുമാർ സിനിമാ രംഗത്ത് ഒട്ടേറെ ഗാനങ്ങൾ രചിക്കുകയുണ്ടായി. തുടക്കം പിഴച്ചില്ല, തുടക്കം ഗംഭീരമായിരുന്നു. അത് തുടരുവാനും അദ്ദേഹത്തിന് കഴിയുകയുണ്ടായി. കായംകുളം
MSM കോളേജ് അധ്യാപകനായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായിട്ടുണ്ട്. മലയാളം രാജ്യവാരിയിൽ അദ്ദേഹം സബ് എഡിറ്ററായിരുന്നു. ഹിന്ദു പത്രത്തിൽ വിവർത്തകനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അപ്പോൾ കേവലം ഒരു പാട്ടെഴുത്ത് എന്നതിലുപരി തന്നെ അത് ഒരു അധ്യാപകൻ എന്ന രീതിയിൽ, ഒരു എഡിറ്റർ എന്ന രീതിയിൽ, ഒരു വിവർത്തകൻ എന്ന രീതിയിലൊക്കെ തന്നെ തൻ്റെ വ്യത്യസ്ത തുറകളിലുള്ള പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായി. അധ്യാപക ജോലിയിൽ നിന്ന് സ്വയം വിരമിച്ചുകൊണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ എഴുത്തു വഴികളിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ സഞ്ചാരം. അത് അദ്ദേഹത്തെ സംബന്ധിച്ച് അത് എത്രമാത്രം ഗുണകരമായി എന്ന് പരിശോധിക്കുമ്പോഴാണ് ചില പാകപ്പിഴകൾ അതിൽ പറ്റിയിട്ടില്ലേ എന്ന് നമുക്ക് കാണാൻ കഴിയുക എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹം കേവലം മലയാളത്തിൽ മാത്രമല്ല ഗാനങ്ങൾ രചിക്കുകയുണ്ടായത്. മലയാളത്തിലും അതുപോലെ തന്നെ തമിഴിലും എന്തിന് ഹിന്ദിയിലും അടക്കം അദ്ദേഹം പാട്ടുകൾ എഴുതുകയുണ്ടായി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അവിടെ കൊണ്ടും അദ്ദേഹം തീരുന്നില്ല. നാടകം, അതുപോലെ തന്നെ തിരക്കഥ, നോവൽ ഇവയെല്ലാം അദ്ദേഹം സൃഷ്ടിച്ചു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു സിനിമാ നിർമ്മാതാവായിരുന്നു, ഒരു സിനിമാ സംവിധായകനായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം സിനിമാ നിർമ്മാതാവായതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വലിയ പരാജയത്തിന് കാരണമായി മാറുകയുണ്ടായത്. ആളുകളെ അന്ധമായി വിശ്വസിക്കുന്ന, ആളുകൾക്ക് വേണ്ടി ജീവൻ വരെ പണയം വയ്ക്കുന്ന ആ രീതിയിലുള്ളൊരു പ്രവർത്തന മണ്ഡലത്തിൽ വർത്തിച്ച ഒരാളായിരുന്നു ഭരണിക്കാവ് ശിവകുമാർ എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പലരും മുതലാക്കി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹം ഒരു ചലച്ചിത്രം നിർമ്മിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ആ ചലച്ചിത്രം പൂർത്തിയാക്കുവാൻ കഴിയുകയുണ്ടായില്ല എന്ന് മാത്രമല്ല, ഒരു സംവിധായകൻ എന്ന രീതിയിൽ അദ്ദേഹം ശോഭിക്കുവാൻ ശ്രമിച്ചു. അതും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുകയുണ്ടായത്. എന്തൊക്കെയാണെങ്കിലും അത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം സമ്മാനിച്ചു. സ്വാഭാവികമായും അദ്ദേഹം കടക്കെണിയിലായി. മുന്നോട്ടുള്ള പ്രയാണം തന്നെ വലിയ ബുദ്ധിമുട്ടിലാകുന്ന ഒരു സാഹചര്യം വരികയുണ്ടായി. ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലേക്കാണ് അദ്ദേഹം എത്തിച്ചേരുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. യമുന എന്ന ചിത്രമായിരുന്നു അപ്രകാരം നിർമ്മിക്കുവാനായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുകയുണ്ടായത്, അതിനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടത്. പക്ഷേ അതൊരു പരാജയത്തിൽ കലാശിക്കുകയും ആ സിനിമ പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരുകയും ചെയ്തു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. 82 സിനിമകളിലായി 272 ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പുറത്തു വന്നതെന്നാണ് രേഖപ്പെടുത്തി കാണുന്നത്. അതിൽ പലതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഗാനങ്ങളായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കുമെന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഗാനം, അത് ഇന്നും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഗാനമാണ്. ഇന്നും നമ്മളുടെയൊക്കെ മനസ്സിൻ്റെ അടിത്തറകളിൽ നിന്ന് ഉയർന്നു വരുന്നൊരു ഗാനമായി തന്നെ അതിനെ കാണേണ്ടതുണ്ട്. അതുപോലെ രാഗാദ്രഹംസങ്ങളോ, രാഗങ്ങളെ മോഹങ്ങളെ എന്ന് പറയുന്ന ഗാനം, സ്വപ്നം കാണും പെണ്ണെ എന്ന് പറയുന്ന ഗാനം, ആയിരവല്ലിതൻ എന്ന് പറയുന്ന ഗാനം, അക്കൽ ദാമതൻ എന്ന് പറയുന്ന ഗാനം, ഗൗൽത്ത മലയിൽ എന്ന് തുടങ്ങുന്ന ഗാനം, വളരെ ശ്രദ്ധേയമായ മറ്റു ഗാനത്തിലേക്ക് കടക്കുമ്പോൾ സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീതിനി എന്ന് പറയുന്ന ഗാനം പറയുമ്പോൾ അത് ഉയർത്തുന്ന അതിൻ്റെ ആ ഗാനവരികൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ആന്തോളനം തികച്ചും നമ്മെ അമ്പരപ്പിക്കുന്ന ഒന്നാണ്. ഇന്നും ആ ഗാനം സൃഷ്ടിക്കുന്ന അലയൊലികൾ മാഞ്ഞു പോയിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. അത്രയേറെ ശ്രദ്ധേയമായ വരികളായിരുന്നു അത്. സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീതിനി എന്ന് ആ വരികൾ കുറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില രീതികളൊക്കെ തന്നെ നമ്മെ വലിയ രീതിയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അത് ഇന്നും ആ ഗാനത്തിന് ഒട്ടേറെ ആരാധകരുണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട സംഗതിയാണ്. അങ്ങനെ ഒട്ടേറെ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറത്തു വരികയുണ്ടായി. പക്ഷേ ആ ഗാനങ്ങളൊക്കെ പുറത്തു വന്നുവെങ്കിൽ പോലും അദ്ദേഹത്തിനൊരു തുടർച്ച ലഭിച്ചില്ല എന്നാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ കഴിവ് പലപ്പോഴും കൃത്യമായി ഇവിടെ അടയാളപ്പെടുത്തപ്പെട്ടില്ല എന്ന് തന്നെയല്ല, അദ്ദേഹത്തെ തഴഞ്ഞു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. വേണ്ടത്ര ചലച്ചിത്ര ഗാനങ്ങൾ എഴുതുവാനുള്ളൊരു ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. ദൂരദർശൻ്റെയും ആകാശവാണിയുടെയും ഒക്കെ സ്ഥിരം ഗാനരചയിതായി അദ്ദേഹം ഒരുപാട് കാലം പ്രവർത്തിക്കുകയുണ്ടായിട്ടുണ്ട്. ഒട്ടേറെ ആ ഗാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് സിനിമാമോഹം, സിനിമ സംവിധായകനാകണമെന്നും അതുപോലെ തന്നെ സിനിമ നിർമ്മാതാവാകണമെന്നുള്ള മോഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായത്.
പക്ഷേ അത് തെറ്റായൊരു തീരുമാനമായിരുന്നു എന്ന് തന്നെയാണ് ചരിത്രം പറയുന്നത്. ഇറങ്ങി പുറപ്പെടേണ്ടതല്ല സിനിമാ മേഖല എന്നത്. ശ്രദ്ധയോടുകൂടി കരുനീക്കങ്ങൾ നടത്തിയില്ലെങ്കിൽ അത് വലിയ രീതിയിൽ അപതാളം സൃഷ്ടിക്കും എന്നതിൻ്റെ കൃത്യമായിട്ട് ഉദാഹരണമായിരുന്നു ഭരണിക്കാവ് ശ്രീകുമാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ആ തലത്തിൽ തന്നെ കാണേണ്ടതുണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം. കുറേയൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ചില സവിശേഷതകൾ കൊണ്ടായിരുന്നു ഇപ്രകാരമൊക്കെ സംഭവിക്കുകയുണ്ടായത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെക്കുറിച്ച് വലിയ സാമ്പത്തിക തകർച്ചയിൽ അദ്ദേഹം എത്തിപ്പെട്ടു എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ എല്ലാവരുടെയും മുന്നിൽ തിളങ്ങി നിൽക്കുവാൻ അദ്ദേഹം ഒരിക്കലും ശ്രമിക്കുകയുണ്ടായിട്ടില്ല. മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയുണ്ടായത്. ഭരണിക്കാവ് ശ്രീകുമാർ എന്ന വ്യക്തിക്ക് വളരെ പ്രശസ്തമായ ഒരു അവസ്ഥ ഉണ്ടായ കാലഘട്ടത്തിലും അദ്ദേഹം സാധാരണക്കാരൻ്റെ പക്ഷത്ത് നിൽക്കുവാനും സാധാരണക്കോടൊപ്പം അഭിരമിക്കുവാനും അതിൻ്റെ ഒരു പ്രത്യേക തലത്തിലേക്കുള്ള ഒരു വിധാനം സൃഷ്ടിക്കുവാനോ അദ്ദേഹം തയ്യാറായില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളത്. അർഹമായ പരിഗണന അതുകൊണ്ട് തന്നെ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ശ്രദ്ധ പിടിച്ചുവരെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം അതെല്ലാം ഉപേക്ഷിക്കുകയായിരുന്നു എന്ന് പറയേണ്ടതുണ്ട്. എങ്ങനെയാണോ താൻ എന്നത് അതിൻ്റെ യഥാർത്ഥ ചിത്രം മറ്റ് പൊലിമയോ അല്ലെങ്കിൽ പ്രഭാവലയമോ ഇല്ലാതെ കാത്തു സൂക്ഷിക്കുവാനാണ് അദ്ദേഹം ശ്രമിക്കുകയുണ്ടായത്. അല്ലാതെ തനിക്ക് ലഭിച്ച പ്രശസ്തി കൂടുതൽ വഴിവെട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കാൻ ശ്രമിച്ചില്ല എന്നിടത്തായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പരാജയം എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. എന്തൊക്കെയാണെങ്കിലും മലയാള ചലച്ചിത്ര രംഗത്ത് തൻ്റേതായ ഒരു ഇടം വലിച്ചിട്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യം സംശയമില്ല. ആ കാലഘട്ടത്തിലെ വളരെ ശ്രദ്ധേയരായിട്ടുള്ള എഴുത്തുകാരുടെ ഒപ്പം മത്സരിക്കുവാനുള്ള ഒരു ശേഷി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ ഒരു കാലഘട്ടമായിരുന്നു അത് എന്ന കാര്യത്തിൽ സംശയമില്ല. വയലാറിൻ്റെ കാലഘട്ടം കഴിയുന്നു. അതുപോലെ തന്നെ യൂസഫ് അലി കേച്ചേരിയുണ്ട്, ഭാസ്കരൻ മാഷുണ്ട്, അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പിയുണ്ട്. അങ്ങനെ ഒട്ടേറെ എഴുത്തുകാരുടെ ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹവും ഇപ്രകാരം എഴുത്ത് വഴിയിലേക്ക് പ്രവേശിക്കുന്നത്. അതിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഗാനങ്ങൾ അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം ആലപിച്ച അദ്ദേഹത്തിൻ്റെ ഗാന വല്ലരി സ്വാഭാവികമായിട്ടും അദ്ദേഹം എഴുതിയ ഗാനങ്ങൾ അദ്ദേഹം പരിശോധിക്കുമ്പോഴൊക്കെ തന്നെ അതിൽ മികച്ച ഗാനങ്ങൾ, മലയാള ഭാഷയ്ക്ക് വലിയ രീതിയിലുള്ള സംഭാവനകൾ ചെയ്ത ഗാനങ്ങൾ അതിലുണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓമനയായിരുന്നു, മകൾ പാർവതി, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം. അദ്ദേഹത്തിൻ്റെ സഹോദരിയായിരുന്നു രാധാമണി എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹം ഒരു ഗാനത്തിന് സംഗീതം നൽകിയിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചലച്ചിത്ര ഗാന സഭയെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു സകലകലാവല്ലഭൻ എന്ന രീതിയിലേക്ക് സർവ്വകലകളും അഭ്യസിച്ചൊരു ഒരു വിദഗ്ധൻ എന്ന രീതിയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. പക്ഷേ അകാലത്തിലായിരുന്നു അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് എന്നത് കൂടി പറയേണ്ടതുണ്ട്. 2007 ജനുവരി 24, 58 വയസ്സ് മാത്രമുള്ളപ്പോൾ അദ്ദേഹം ഹൃദയാഘാതം മൂലം മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരുപക്ഷെ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള വലിയ തളർച്ചയായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മരണം, ഒരു അകാല മരണം അദ്ദേഹത്തിന് നൽകുകയുണ്ടായിട്ടുള്ളത് എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. മരിക്കുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് തേജസ് ഫിലിം അക്കാദമിയുടെ ഡയറക്ടറായിരുന്നു എന്നത് കൂടി കാണേണ്ടതുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഒരുവിധം പരിഹരിച്ചു വരുന്ന ഘട്ടത്തിലാണ് ഒരു തിരിച്ചുവരവിൻ്റെ നാന്ദി കുറിക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ച ഒരു ഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. പക്ഷേ ഇപ്രകാരമുള്ള ബന്ധങ്ങളും മറ്റ് സംഗതികളൊന്നും ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ അദ്ദേഹം സഹായിക്കുവാനായി എത്തിയില്ല എന്നത് ദുഃഖകരമായ സംഗതി തന്നെയായിട്ടാണ് കാണേണ്ടതുള്ളത്. വീഴ്ച പറ്റിയവൻ്റെ അടുത്തേക്ക് ആരും വരാത്തൊരു സാഹചര്യവും അവർ നിഷ്കാസിതനായി മാറുന്ന ഒരു സമീപനവും ചലച്ചിത്ര രംഗത്തുണ്ട് എന്ന കാര്യം സംശയമില്ല. പക്ഷേ അത് ഭരണിക്കാവ് ശ്രീകുമാറിനെ സംബന്ധിച്ച് അപ്പോൾ ഒരുപാട് പേരെ സഹായിക്കുവാൻ തയ്യാറായിട്ടുള്ള ഭരണിക്കാവ് ശ്രീകുമാറിനെ സംബന്ധിച്ച് പറയുന്നത് അദ്ദേഹം ഒരുപാട് പേരെ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ഒട്ടേറെ പേർ അദ്ദേഹത്തിൻ്റെ പാട്ട് എഴുതി കൊണ്ടുപോയി പണം നൽകാതെ കബളിപ്പിച്ചിട്ടുണ്ട് എന്നത് ചരിത്ര സത്യമായി തന്നെ കാണേണ്ടതുള്ളതാണ്. ആ മേഖലയുള്ള വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു സംഗതിയാണത്. പക്ഷേ അതൊന്നും അദ്ദേഹം ഗൗനിക്കുകയുണ്ടായില്ല. തനിക്ക് നഷ്ടം എന്തൊക്കെയാണെങ്കിലും തന്നെ കബളിപ്പിച്ചവർ ആരൊക്കെയാണെങ്കിലും അതൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രസക്തമായിരുന്നില്ല. തൻ്റെ ബുദ്ധിമുട്ടുകൾ തൻ്റെ മാത്രമാണെന്നും തൻ്റെ പ്രവൃത്തിയുടെ ഭാഗമായാണ് സംഭവിച്ചതെന്നും ഉറച്ച് വിശ്വസിക്കുവാൻ അദ്ദേഹം തയ്യാറായി. അതായിരുന്നു അദ്ദേഹത്തിന് സുഹൃത്തുക്കൾക്ക് നൽകുവാനുള്ള ഒരു അടയാളം.
സ്വാഭാവികമായിട്ടും സുഹൃത്തുക്കൾ അദ്ദേഹത്തെ പല രീതിയിലും വേണ്ടത്ര രീതിയിൽ സഹായിക്കാത്ത സുഹൃത്തുക്കൾക്കൊക്കെ തന്നെ അദ്ദേഹം മരിച്ചപ്പോൾ അത് വലിയ ദുഃഖകരമായ ഒരു അവസ്ഥയായതിന് പുറകിൽ തങ്ങൾ ചെയ്യേണ്ട സമയത്ത് പലതും ചെയ്തില്ല എന്ന ഒരു കുറ്റബോധമായിരിക്കാം എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം ലഭിച്ച പുരസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ 1975 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അത് ഗാന്ധിജിക്കുള്ള സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് മെഡിമിക്സ് പുരസ്കാരവും അദ്ദേഹം ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 2003 MVES ടെലിവിഷൻ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 2005 വയലാർ സ്മാരക സ്മൃതി പുരസ്കാരവും അദ്ദേഹം ലഭിക്കുകയുണ്ടായി. ഒട്ടേറെ പുരസ്കാരങ്ങൾ, ഇതിനു പുറമേയും ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹം ലഭിക്കേണ്ട വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില പുരസ്കാരങ്ങൾ ഇവിടെ പരാമർശിച്ചു എന്ന് മാത്രം. എന്തായാലും അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെയൊക്കെ തന്നെ നമ്മൾ വീണ്ടും സഞ്ചരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മലയാള ഭാഷയ്ക്ക് അല്ലെങ്കിൽ മലയാള ഗാന സാഹിത്യത്തിന് നല്ല വരികൾ, അതിമനോഹരമായ വരികൾ രചിച്ച് നൽകുകയും ആ രചനാ പാടവത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്നും അത് ആസ്വദിക്കുകയും ചെയ്യുന്ന മലയാളികളുടെ ഒരു പ്രതിദാനം ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. സ്വാഭാവികമായിട്ടും ഈ ഗാനങ്ങൾക്കൊക്കെ തന്നെ മരണമില്ലാത്ത ഗാനങ്ങളാണ് അദ്ദേഹം എഴുതിയുണ്ടായിട്ടുള്ളത്. ഇന്നും ഈ ഗാനങ്ങൾ പഴയ തലമുറയെ സ്വാഭാവികമായിട്ടും പുതിയ തലമുറ എത്രമാത്രം അത് ഉൾക്കൊള്ളും എന്ന കാര്യത്തിൽ പല സംശയങ്ങളുമുണ്ട്. എന്നിരുന്നാൽ പോലും ഈ തലമുറയെ വളരെ ആനന്ദിപ്പിക്കുന്ന ഗാനങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോവുകയുണ്ടായത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഒരു തവണ കൂടി നമ്മൾ പുനഃപരിശീലിക്കേണ്ടതുണ്ട്. അതിലെ ഭാഷാ പ്രയോഗങ്ങളൊക്കെ തന്നെ പുതു എഴുത്തുകാർക്ക് വഴികാട്ടിയാകേണ്ടതാണ് എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. എന്തെങ്കിലും ഒരു പക്ഷേ നിർഭാഗ്യവാനായിട്ടുള്ള ഒരു എഴുത്തുകാരനായിരുന്നു, ഗാന എഴുത്തുകാരനായിരുന്നു അദ്ദേഹം എന്ന് പറയുന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ആരുടെ പുറകിലും ഓടിയില്ല, കോക്കസുകളിൽ പ്രവർത്തിച്ചില്ല. തൻ്റെ രീതിയിലേക്കും മറ്റുള്ളവരെ സഹായിക്കുവാനുമുള്ള തലത്തിലേക്ക് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് ജീവിതത്തിൽ പരാജയം സംഭവിക്കാനിടയായത്. എന്തായാലും കലാകാരന്മാർക്ക്, നല്ല കലാകാരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് പരാജയം എന്നത് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ട ഒരു സംഗതിയാണ്. അവരുടെ മനസ്സ് കളങ്കമല്ലാത്ത കൊണ്ടാണ് അപ്രകാരം അത് സംഭവിക്കുന്നത്. എന്തായാലും ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ അദ്ദേഹത്തെ വിലയിരുത്തുവാനായിട്ട്. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ഏവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.